ഇന്ന് ഗാന്ധി ജയന്തിയല്ലേ രണീഷ? നമ്മൾ ഒരുപാട് വെടുപ്പാക്കുകയും ചെയ്ത് പുല്ല് വരിച്ച് ജാണകം വാരി പിന്നെ പൂച്ചക്കട്ടം വാരി ഒക്കെ വാരിക്കില്ലോ നമ്മള്. അപ്പൊ ലഡു എന്റെ വക. ആരാ വായി തന്നേ? ഇന്ന് ഗാന്ധി അപ്പൂപ്പല്ലേ? നമുക്ക് എന്തെന്നാ നേടിത്തന്ന ഈ അപ്പൂപ്പേ? അതന്നെ, എന്തെന്നാ ഈ അപ്പൂപ്പൻ നേടിത്തന്നേ? ആ, വെരി ഗുഡ് വെരി ഗുഡ്. സാന്ദ്രം ദാ ചിറ്റെല്ലാം തിന്നുന്നുണ്ടല്ലേ? ആ, പിന്നെ നിങ്ങൾ ഓരോരുത്തർ അഭിപ്രായം പറയുന്നില്ലേ? അതെ, എൻ്റെ വീടിലുണ്ടല്ലോ ഇന്ന് നടന്നേ. ആ, നിങ്ങൾ വൃത്തിയാക്കുകയും ചെയ്യുന്ന? ആ ആ, നമ്മൾ പണ്ട് സ്കൂൾ ഇനി ഇവളോട് പറഞ്ഞു കൊടുക്കും, ശ്രീയനോട്. നമ്മൾ പണ്ട് സ്കൂള് ഇനി നോക്ക് ഇതാ, പിന്നെ അല്ല ഇനി സ്കൂള് പണ്ട് നമ്മൾ നല്ലോണം അടിപൊളിയായിട്ട് ഇതാക്കല്ല. അന്നാ പിള്ളേരെല്ലാം എല്ലാവരും സന്തോഷത്തോടെ സ്കൂൾ വരും അല്ലേ? എല്ലാം വൃത്തിയാക്കുക. പായസം ഉണ്ടാവല്ലോ സ്കൂള്. ആ ആ, എല്ലാം പിന്നെ അടിപൊളിയും. പിന്നെ നിങ്ങളതോ? അച്ഛനോട് അച്ഛൻ്റെ സ്കൂൾ ജീവിതം ഗാന്ധി ജയന്തിയുടെ പറയാൻ പറ. അച്ഛനോട് ചോദിക്കേ. അച്ഛൻ ഇതുപോലെ തന്നെയാ, അങ്ങനെ വൃത്തിയാക്കുകയും മറ്റേ പുള്ളി വരയ്ക്കുകയും പൂച്ചക്കാട്ടം പാരി നായ്ക്കാട്ടം പാരി എല്ലാം ചെയ്തതാണ്. പുല്ലിൻ്റെ അകത്തുനിന്ന് പുല്ല് വൃത്തിയാക്കി എന്നിട്ടെല്ലാം കൊണ്ടിട്ട് അവസാനം എല്ലാവർക്കും ചെയ്ത ആൾക്കാർക്കെല്ലാം കൂടിയിട്ട് ഞങ്ങൾ പായസം വെച്ചിട്ട് കൊടുക്കും. എന്നിട്ട് അതെല്ലാവരും കഴിക്കും, ഞാനും കഴിക്കും. അങ്ങനെ കിട്ടിയില്ല. ഓള് വലിയ സ്കൂളിൽ നിന്ന് അങ്ങനെ തന്നെ അല്ലേ അമ്മോ? ആ, വലിയ സ്കൂളിൽ നിന്ന്. അപ്പോൾ ഇന്നിവിടെ ലഡു വിതരണ റിനീഷാക്കും ചിറ്റക്കും എനക്ക്. ഞാൻ തന്നിക്കില്ല അല്ലേ? എനക്ക് വേണ്ട, ഞാൻ ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ തിന്നലില്ല. അതൊക്കെ അറിയാല്ലേ അമ്മാളൂ? അമ്മക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് തിന്നൂല എന്നുള്ളത്. അപ്പം ഗാന്ധി അപ്പൂപ്പന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അല്ലേ? പറ. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആള് അത് മറക്കാണ്ട് എല്ലാ മക്കളോടും ഗാന്ധിജിനെ പറ്റി പറഞ്ഞു കൊടുക്കണം അല്ലേ? എല്ലാ മക്കളോടും ഗാന്ധിജിനെ പറ്റി അറിയണം. എല്ലാ മക്കളും മാത്രല്ല, അമ്മമാരായാലും എല്ലാവരും അറിയുന്ന സംഭവമാണിത്. എന്നാൽ ശരി, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.